Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കുംബർ ചട്നിയാണ്. ഇതുണ്ടാക്കാനായി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇത് ചോറിനൊപ്പവും ദോശ, ഇഡ്ലി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഹെൽത്തിയുമാണ്. ഇതുണ്ടാക്കാനായി ഇതുപോലെ ഒരു വെള്ളരിക്ക വേണം, അല്പം മല്ലിയില, ഇതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. സാധാരണ ഈ ചട്നി ഉണ്ടാക്കാനായി പഴുത്തു പോകാത്ത ടൊമാറ്റോയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. ഇനി ചട്നി ഉണ്ടാക്കാനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഇതുപോലെ ഒരു ചെറിയ കഷ്ണം സവാളയും, 1/2 ടീസ്പൂൺ ജീരകവും, ഉപ്പും, 1/2 കപ്പ് വെള്ളവും വേണം. ഇനി പാനിൽ വെള്ളം ഒഴിച്ച ശേഷം ഈ വെജിറ്റബിൾസ് ഇട്ട് വേവിക്കാം. ഇത് വേവിക്കുമ്പോൾ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ ഒന്ന് വെന്ത ഉടനെ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. ചട്നി വളരെ എളുപ്പത്തിൽ റെഡിയാവും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ചും ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. വെജിറ്റബിൾസ് മാത്രമായതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാനായി മാറ്റിവെക്കാം. ഇതുപോലെ നന്നായി തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത്. ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം തീ നന്നായി കുറച്ച് വയ്ക്കണം. ഇനി ജീരകം ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട ശേഷം പൊടികളെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയി കഴിയുമ്പോൾ അരച്ച് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരണം. ഇതുപോലെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള കറികൾ കഴിക്കുന്നത് ഡൈജഷന് വളരെ നല്ലതാണ്. കോവിഡ് പോലുള്ള അസുഖങ്ങൾ ചെറുക്കുന്നതിന് സ്ഥിരമായ വ്യായാമത്തോടൊപ്പം ഹെൽത്തിയായ ഭക്ഷണവും വേണം. ഇതിലധികം മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.